മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെപ്പറ്റി പ്രാഥമിക വിവരങ്ങൾ പോലും സർക്കാരിൻ്റെ പക്കൽ ലഭ്യമല്ലെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള അന്വേഷണങ്ങൾ വ്യക്തമാകുന്നു. വിവരാവകാശ നിയമം ബാധകമായതിനാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൂർണ്ണമായും സുതാര്യമാണെന്ന് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് റവന്യൂ വകുപ്പ്. ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിന് 2016 മെയ് മുതൽ 2022 ജനുവരി 20 വരെ എത്ര അപേക്ഷകൾ ലഭിച്ചുവെന്നും ധനസഹായം അനുവദിച്ച അപേക്ഷകളുടെ എണ്ണം എത്രയെന്നും വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ കൈമലർത്തുകയാണ് വകുപ്പ്. വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്ന വിചിത്ര മറുപടിയാണ് വകുപ്പ് നൽകിയത്. ഇതേ തുടർന്ന് അപേക്ഷകൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ 2022 ഏപ്രിൽ 15 അപ്പീൽ സമർപ്പിച്ചു. മെയ് 25 റവന്യൂ വകുപ്പ് മറുപടി സമർപ്പിച്ചെങ്കിലും വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗിന് ഇതുവരെ വിളിച്ചിട്ടില്ല. വിവരാവകാശ കമ്മീഷണറുടെ അഭാവമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച ആകെ തുക, ഗുണഭോക്താക്കളുടെ എണ്ണം, തീർപ്പാക്കാനുള്ള അപേക്ഷകളുടെ എണ്ണം എന്നിവ സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. സുതാര്യമായ മറുപടി ഒന്നിനും ലഭിച്ചില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നടന്ന വെട്ടിപ്പിനെക്കുറിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്നുള്ള അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് റവന്യൂ വകുപ്പിൻ്റെ ഈ നിലപാട്.